ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു നൈറ്റ് വ്ലോഗാണ്. ഇവിടെ ജാനും കാശിയും കളങ്കോടിന്ന് വന്നായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് വ്ലോഗ് എടുത്തതല്ലേ. നല്ല വൈബ് എന്തെങ്കിലും കാശ് കുറച്ച് കഴിഞ്ഞാൽ വൈബൊക്കെ അടിപൊളിയായിരിക്കും. കാശ് വന്നപ്പോൾ ഞങ്ങൾ നടിക്കുന്ന റൂം ഒരു അലങ്കോട് പോയി കിടക്കുന്നു. അത് ഞങ്ങൾ സ്റ്റുഡിയോ റൂമാക്കി സെറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എല്ലാം സെറ്റ് ചെയ്തത് അനാവശ്യമല്ല. ഞങ്ങൾ എല്ലാം കുറേ അടുത്ത് പുറത്തിറങ്ങി. അതുകൊണ്ട് അവിടെ മുഴുവൻ അലങ്കോലായി. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. കാണിച്ചു തരട്ടെ ഗൈസ്, കാണിച്ചു തരട്ടെ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടെ. ഒത്തിരി സാധനങ്ങളേ ഉള്ളൂ. നമ്മളെ പിന്നെ ഒന്നും അറിയാതെ വീഡിയോ എടുക്കും കേട്ടോ. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പൊടിയും പറയാൻ പിടിക്കാൻ പറ്റും. ഞാൻ ഐസിൽ ഇങ്ങനെ എടുത്ത് ഷൂട്ട് ചെയ്യാമെന്ന് ചെക്കനൊപ്പം പോവാം. അപ്പൊ നമ്മുടെ ഈ പെണ്ണിന്റെ ഈ ചെക്കൻ്റെ കല്യാണ വീഡിയോ ആസ്വദിച്ചു. അപ്പോൾ നമ്മൾ ഈ ചെക്കനെ നമ്മൾ എൻ്റെ കിടിലം പ്ലാൻ. സംഭവം എന്താണെന്ന് എൻ്റെ മകളാണ് കാണാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനുണ്ടല്ലോ, ഞാൻ ഇവര് ഒരു ടാസ്ക് കൊടുക്കും. അല്ല പഠിക്കും, ഞാൻ പോയും കൂടി ഒരു ടാസ്ക് കൊടുക്കാൻ പോകും. സംഭവം ഞങ്ങൾ അവിടെ ഇവിടെ ആരാണ് ആദ്യം ഇവിടെ ഫുള്ള് വൃത്തിയാക്കാൻ നോക്കാം. എല്ലാവരും കൂടി വൃത്തിയാക്കണം. ഏറ്റവും കൂടുതൽ വൃത്തിയാക്കുന്നവർക്ക് പ്രൈസ് ഉണ്ടാവും. നമ്മുടെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മളങ്ങനെ വൃത്തിയാക്കി വയ്ക്കുന്നതാണ്. കാരണം ഇനി എന്തോ പോലെ അമ്മ ഇവിടെ നമ്മൾ ചുമ്മാ ഇതാക്കുന്നില്ല. ഞാനിങ്ങനെ നോക്കിയാണ് മനസ്സിലാക്കിയത്. നമ്മുടെ പൊടിയുണ്ട്. പൊടി ഇവിടെ 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 എങ്ങനെ ഇവിടെ ആ പൊടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പരിപാടി ഒപ്പിക്കുന്നത് അല്ലേ. അപ്പം നമ്മളിങ്ങനെ അടുക്കളയിലാണ്. അവിടെ നിന്ന് കയറിഞ്ഞാൽ അവർ ഇങ്ങനെ കേൾക്കുമല്ലേ. അപ്പോൾ ആയില്ല ഞാൻ ഐസിന് വീഡിയോ എടുക്കുന്ന അവരറിയത്തില്ല. ഉണ്ടോ ഇത് ഇവിടെ അവളുമാർ ഒന്ന് അലങ്കോലമൊക്കെയാണ്. അവളുമാരെ കൊണ്ടാണ് അവിടുത്തെ എന്തുവാടെ കാശി പെണ്ണേന്നും പറഞ്ഞ ഇവിടെ എന്ത് പ്രശ്നം. ഒരു ടാസ്ക് കേട്ടെ എൻ്റെ ഇവിടെ മുറിയില്ലേ ഒരു ടാസ്ക് കേട്ടെ. സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വൃത്തിയാക്കുക. എല്ലാവരും കൂടി വൃത്തിയാക്കണം. അത് ഞാനും കൂടെ ഉണ്ടാക്കിയ ഒരു ചാനലാണ്. നിങ്ങളെല്ലാവരും കൂടി വൃത്തിയാക്കണം. എല്ലാം ഇപ്പോൾ പ്രാങ്കല നിങ്ങൾ വൃത്തിയാക്കണം. എന്നിട്ട് പൊടി കുഞ്ഞിന് കാശ് വൃത്തിയാക്കുമ്പോൾ ഞങ്ങളത് ആരാണ് ഏറ്റവും കൂടുതൽ വൃത്തിയാക്കുന്നത് നോക്കും. അതൊരു പ്രൈസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യും. ഞാൻ വീഡിയോ എടുത്തേ. നമുക്ക് ലോട്ട് എഴുതാം. ഒരു പേപ്പർ അറിയാം. പിന്നെ പുച്ഛം, ചിരി, പിന്നെ സന്തോഷം, അല്ല പുച്ഛം, ചിരി, പിന്നെ നമ്മൾ ഈ വീട്ടിൽ ഒരു കളിയുണ്ട് സേയിങ് എ ചാലഞ്ച്. അതെ നമുക്ക്
അത് വെട്ടിക്കളയും. അവിടെ പിന്നെ വന്നിട്ടോ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും? ഞാൻ അപ്പോഴേ പറഞ്ഞേ വേണ്ട വേണ്ടത്. എന്നോട് നീ പറയണം. ഞാൻ വൃത്തിയായിട്ട് ചെയ്തത് ആ ഫാമിലിയോട് പറഞ്ഞ എന്തിനാണ്? അവളാവും ഇങ്ങോട്ട് കൊണ്ടുവന്ന പിന്നെ ഇവിടാണ് ആദ്യമേ അവളോട് പോയി എരിവ് വെച്ചു. ആകെപ്പാടെ സീനായിട്ട് ജാൻ്റെ പിന്നെ വെട്ടിക്കാഞ്ഞു. ചാനലിന്റെ പേരും കുഞ്ഞു കിട്ടി. എന്ത് ഞാൻ ചിലപ്പോൾ അത് ഐബ്രോ പെൻസിലാണ് ഇത് ഞാൻ മാറിക്കോളൂ. അമ്മ ഇത് ഇവിടെ ഒന്ന് വൃത്തിയാക്കാം. അമ്മ ഞാൻ വേണേ ഇത് കൂട്ടിത്തരാം. അല്ല കൂട്ടിയിട്ട് അമ്മ കുറച്ചും കൂടി എൻ്റെ കാർബോർഡ് വെച്ച് ബാക്കി എല്ലാം എടുത്ത് കളഞ്ഞേക്കും. അത് നോക്കണുണ്ടോ? കൂട്ടി വെച്ച് റൂം എല്ലാവരും കൂടി ഇട്ടിക്കണം. എല്ലാവരും കൂടി റൂമല്ലേ? വേണ്ട കുഞ്ഞിന്റെ പകുതി വെക്കപ്പെട്ട കുഞ്ഞിനെ പെരുവ പെട്ടണം അവിടെ പോലെ. വേണ്ട എന്താ വേണ്ട. കുഞ്ഞാ കളിക്കാൻ പോണോ നീ? ഞാൻ അതാ പറഞ്ഞ ഇത് എഴുതിയ പോരെ. വളരുമല്ലോ അതാ ഇപ്പൊ വളർത്തി കൊടുക്കും. നീ അവിടെ വീഡിയോ പറ്റിയിട്ട് നിന്റെ വീഡിയോ പറ്റണം ആദ്യം. പക്ഷെ കരയാറായിരിക്കോ? അതല്ല ഞാൻ പറഞ്ഞ എഴുതു ജാനു. ജാനു വെള്ളം ആവശ്യമുണ്ടോ? നീ അവിടെ കൈ കൊണ്ടാ പിരിവ കൊട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ട. എന്നിട്ട് വെള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇപ്പൊ അവിടെ ചെയ്തപ്പോ നീല പറഞ്ഞ കുഞ്ഞിന്റെ ചെയ്ത് പിരിക്കുന്നത് അല്ല അപ്പോൾ ഞാൻ ഇവിടെ പോട്ടെ. എനിക്ക് നല്ലോണം ഞാനല്ലേ എപ്പോഴും കാണുന്നത്. പിന്നെ കാണുന്നു രാവിലെ കണ്ണാടി നോക്കുമ്പോഴല്ലേ പാറ എടുത്താലും അത് പ്രത്യേകം നന്നായിട്ട് വേണ്ട. പറയാനൊന്നും എനിക്കൊന്നും പറയാനില്ല. ഇവിടെ 5 ലോട്ട് ഇവിടെ ഭയങ്കരയാണ്. അപ്പോൾ നമ്മൾ ചെറിയ ബ്രേക്ക് എടുക്കണം. അടിയെല്ലാം പറ്റി വൃത്തിയാക്കിയിട്ട് ചെയ്യണം. കാരണം ജാനിൻ്റെ പേര് കുഞ്ഞും ജാനിൻ്റെ പിരികെ പറ്റി അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് കാണാം. അപ്പോൾ ഗായ്സ് പ്രശ്നം ഒരു ബ്ലോഗ് നാളത്തെയും കൂടി നമ്മൾ ഇതാക്കുന്നുണ്ട്. ബ്ലോഗല്ല ജസ്റ്റ് വ്ളോഗാണ് എടുക്കുള്ളൂ. പിന്നെ നമുക്ക് ഓക്കെ നമ്മളിപ്പോൾ രാത്രിയായി. ഇപ്പോൾ സമയം 21 പറയുമ്പോൾ 14, 15, 16, 17. അപ്പോൾ സമയം 9.
9:30 നമ്മൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് രാവിലെ കുറച്ചൊക്കെ കഴിഞ്ഞ് കാണാം. നാളെ രാവിലെ എഴുന്നേൽക്കണം. നാളെ ഞായറാഴ്ചയാണ്, സൺഡേ സ്കൂൾ ഡേ. അത് ഇവരുടെ കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചൊരു കുട്ടി വ്ളോഗ് രാത്രിയായിട്ട് കുറച്ച് പോയി അവിടെ പിരിയാൻ പറ്റി നീട്ടി വളർത്തിയിട്ടുണ്ട്. പിരിയും എന്താണ് പറയാനുള്ളത് എനിക്ക്? നാളെ നമ്മൾ ഇന്നത്തെ രാത്രിയിലെ മാത്രം വ്ളോഗല്ലേ, കാശുള്ളതുകൊണ്ട് നമ്മൾ നാളത്തെ രാവിലെയും നാളത്തെ ഒരു ഫുൾ ടൈം കൂടി വ്ളോഗ് എടുക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഇല്ല അവരൊക്കെ പോയി. നമ്മൾ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഈ നൈറ്റിലെടുക്കുന്ന വീഡിയോ നമ്മൾ നാളെ ഫുൾ എടുക്കുന്ന വീഡിയോയുടെ കൂടെ കൂട്ടി മറിച്ച് കുറച്ച് ഞാനാണ് കുറച്ച് കാശിയുടെ റിവ്യൂ എടുക്കുക. കാശി എന്താണ് പറയാനുള്ളത്? കാശി തട്ടിയിട്ടിട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഫോട്ടോ പൂട്ടി വന്നിട്ട് കാണിക്കുന്ന അഭ്യാസമൊക്കെ ഉണ്ട്. എന്നെ കിടത്തി കാശ് എന്നെ ഇവിടെ കിടത്തി. അയ്യോ 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 മതി മുക്കിട്ട് കൂട്ടുകാരെ റിവ്യൂ ആയി. കുഞ്ഞിനോട് ചോദിക്കാം, കുഞ്ഞിനോട് കിടക്കുന്നു. ഞാൻ എന്താ ചോദിക്കാൻ പറയാനുള്ളത്? നമ്മൾ ഇന്നത്തെ നൈറ്റ് നാളെ ഫുൾ ഡേയിലെ വീഡിയോ ഇതിനൂടെ ലൈഫ് അല്ല വ്ളോഗ്. നാളത്തെ ഫുൾ ഡേ വ്ളോഗ് നമ്മൾ അതിൻ്റെ കൂടെ ഇത് കൂടി അല്ലേ? സോറി ഗൈസ്. പിരികം എഴുതണം. എനിക്ക് ഇവിടെ സോറി. അവളങ്ങനെയൊക്കെ അവൾ ചുമ്മാ പറഞ്ഞേ. അവൾ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളു, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ച് കുട്ടി ഇല്ല അവര് ആയി വേണ്ട. എന്റെ മോൻ കാണുന്നുണ്ടോ? നമ്മളൊരു വീഡിയോ കാണിച്ചു തരാം. ഇവളുമാര് കാണുന്നതാണ്. പൈസ കൊടുത്തു നമ്മുടെ ക്ലാരിറ്റിയുടെ ഞാൻ പറയാം. ജാനു
പോകാറുണ്ട് ഈ സിസ്റ്റം. ഹലോ ഗായ്സ്, യൂട്യൂബ് ചാനൽ ഇതെടുക്കാൻ പറഞ്ഞത് സാറിയുടെ നേരത്തെ ഇന്നലെ രാത്രി എടുത്തതാണല്ലോ, കൊണ്ട് കുഴപ്പമില്ല. അല്ല മതിയോ? അല്ല, ഇന്നത്തെ രാത്രിയിൽ ഇന്നത്തെ ഫുൾ ടൈം അത് അതിനല്ലേട്ടി പറയാനുണ്ട്. അല്ല, നമുക്കൊരു കഥ കളിക്കാം. കുറച്ച് നേരം ബാത്റൂമിൽ പോകുന്നത് ഈ ബെഡ് തന്നെ. അപ്പൊ 8:15 വരെ നമ്മളിവിടെ തന്നെ ഇരിക്കണം. പക്ഷെ വെള്ളം കുടിക്കണം. 2 കുപ്പി വെള്ളം എടുത്ത് വയ്ക്കുന്നുണ്ട്. ആ നടുക്കത്തെ റൂമിലുണ്ട്, സ്റ്റുഡിയോയിലുണ്ട്. ഇത് ഭയങ്കര
കുറേ സംഭവങ്ങളുണ്ട്. വീട് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മഞ്ഞച്ചേര വന്ന് പൂപ്പി ഞാൻ കടിക്കാൻ നോക്കിയത് അപ്പുറം ചാടി. അപ്പോൾ കഴിച്ചു ആ പൂപ്പി അവിടെ മനസ്സ് നടക്കും. ഒരു മുട്ട മഞ്ഞച്ചേര അതിങ്ങനെ ചാടുന്നു. ഞാൻ അപ്പുറത്തെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അവിടെ ഉണ്ടേ കാണിച്ചു തരാം. ഞാൻ ടെറസിലാണ് അവിടെ ഞാൻ കാണാൻ പറ്റുന്നില്ല. അവിടെ പോയെന്നു ഫോൺ ചെയ്ത് നോക്കട്ടെ. ഇങ്ങോട്ട് ചാടിയെന്നാണ് അവർ പറയുന്നത്. ചാടിയോ ഇല്ലയെന്ന് അറിയത്തില്ല. കാണാൻ പറ്റുന്നില്ല. ചാടി ആ പുല്ലിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കും. ഇവിടെ എപ്പോഴും വരും മനുഷ്യൻ. ഞാനിപ്പോൾ ആ സമയത്ത് വ്ളോഗ് എടുക്കാം. ബാക്കി കണ്ടിന്യൂസ് ടെറസ് അപ്പുറത്തെ വീട് അതിൻ്റെ അപ്പുറത്തെ വീട്. എന്നാ അമ്മേ ചേനുണ്ട് താഴെ അയ്യോ ഡോറാരും അടച്ചിട്ട് ഫോണെടുത്ത നന്നായിരിക്കും പെട്ടാൻ വരുന്നുണ്ട്. ഞാനവിടെ ഇരുന്നത് ഇവിടെ ഇരിക്കുകയാണ്. ആൾമാരും വ്ളോഗെടുക്കാൻ വരുന്നില്ല. എന്താ പറ്റിയ ഏതാ ഡെയിൻമേലെ നമ്മുടെ കാർ വിട്ട് നമ്മൾ സ്കൂട്ടറിനെ കൊണ്ടുപോയി. ടെറസിലോട്ട് കയറി കണ്ട മനസ്സിൽ അവളറിയാതെ നമുക്ക് പോയി മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി പോകുന്നുണ്ട് ദേവൻ. അമ്മ എന്നാ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അമ്മ ഹലോ ഞാനും വീഡിയോ എടുക്കട്ടെ. അവള് 5 ദിവസത്തിൽ നിന്നും നമ്മളുടെ ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ എടുക്കുന്നുണ്ട്. ക്യാമറ നന്നായി. ഞാൻ പുള്ളിക്ക് വാട്സാപ്പിൽ നമ്പർ വാട്സാപ്പിൽ ഞങ്ങൾ ഷോർട്സ് എടുക്കട്ടെ. കുറച്ച് ഒന്നും പോകത്തില്ല. അത് അതിന് വേണ്ട. കസത്ത് മുമ്പ് ഇതിനെടുക്കാൻ പറ്റും. ചുമ്മാ വെച്ചേക്ക. കുഞ്ഞു ചേച്ചി
പൊടിയോ ഒന്ന് പയ്യോ പൊടി. കാശി നിന്റെ ആളോട് വരാം. ഈ മുടി എന്തിനാ ഇത് അഴിച്ചു? മോനെ അതൊന്നും ഇടാതെടാ, ഞങ്ങളെന്നെ എടുത്തില്ല, തല എടുത്തിട്ടില്ല. അടുത്ത ആരാ? ഒരാൾക്ക് 2 റൗണ്ടാണ്. പൊടി ഇങ്ങനെ വന്ന് ഇങ്ങനെ പൊടിയുടെ ലാസ്റ്റ് റൗണ്ട്. ഒരു റൗണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു റൗണ്ട് ആവും. ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ റൗണ്ട് ആവും കേട്ടാ. ഈ അറിയണം ഉണ്ട്. ഇവിടെ തൊട്ട് ഇവിടെ വരെ വരുമ്പോൾ ഒരു റൗണ്ട്, ഇവിടെ തൊട്ട് ഇവിടെ വരെ വരുമ്പോൾ 2 റൗണ്ട്. മനസ്സിലായോ? ഇല്ല തീർന്നു. പൊടിയുടെ റൗണ്ട് തീർന്നു. അതാ ഒരു 3 റൗണ്ട്. അവസാനത്തെ റൗണ്ടാണ്. ഇവിടെ മനുഷ്യർ അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. പൂപ്പിനകത്ത് വെച്ചിട്ടൊക്കെ മനുഷ്യരുണ്ട്. നമ്മൾ പിന്നെ പോയാലും മനുഷ്യർ ഇറങ്ങിയിട്ട് കാണാൻ പറ്റും. വരുന്ന പൂപ്പിനകത്ത് പൂട്ടിയത മനുഷ്യരാണ്. ഞങ്ങൾ കഴിച്ചു. 13, 1, 1:30 കഴിഞ്ഞു. 1:30 ആയി. 13, 1. അപ്പോൾ ഞങ്ങള് പോവാണ്. അല്ല ഗായ്സിനപ്പം ഞാൻ റെഡി ആയിട്ട് കിട്ടിയാണ്. പിന്നെ നമ്മളുടെ ഒരു സ്മോൾ ഡേ ഇൻ അവർ ലൈഫ്, ഒരു ഉച്ച വരെയുള്ള ഡേ ഇൻ അവർ ലൈഫ് ആയിരുന്നു. ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ കഴിച്ചു. 13, 1, 1:30 കഴിഞ്ഞു. 1:30 ആയി. 13, 1. അപ്പോൾ ഞങ്ങള് പോവാണ്. അല്ല ഗായ്സിനപ്പം ഞാൻ റെഡി ആയിട്ട് കിട്ടിയാണ്. പിന്നെ നമ്മളുടെ ഒരു സ്മോൾ ഡേ ഇൻ അവർ ലൈഫ്, ഒരു ഉച്ച വരെയുള്ള ഡേ ഇൻ അവർ ലൈഫ് ആയിരുന്നു. ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ.